ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുക കേട്ടോ. അപ്പം നമ്മുടെ 2024 കഴിഞ്ഞു പോയി, ഇന്ന് ന്യൂ ഇയർ ആരംഭിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഓർത്തു ആദ്യമേ തന്നെ നമുക്കൊരു ഫ്രഷ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പുതുവർഷം ആഘോഷിക്കാം, അതായത് ഈ തുടക്കം കുറിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നത് കാണിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ ചേർന്നുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ സെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ക്യൂട്ടായി, നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, അപ്പം വലിയ പൈസ ഒന്നുമില്ലാതെ നമുക്ക് 6 പൗണ്ടിന് ഇത് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് മേടിക്കാൻ, നമുക്ക് ഫ്ലവർ വീട്ടിൽ അറേഞ്ച് ചെയ്യാമല്ലോ. ഇപ്പോൾ ന്യൂ ഇയറൊക്കെ അല്ലേ. അപ്പോൾ അതിനകത്ത് മെയിൻ ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ നമ്മുടെ ഇത്. ഞാൻ കാണിച്ചത് ഇത് കണ്ടുകൊണ്ട് മാത്രം മേടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. നമ്മുടെ ആ പൈൻ കോണ് കളറടിച്ച് നല്ല ഗോൾഡൻ കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയുകൊണ്ട് ഞാൻ ഓർത്തും നമുക്ക് ഏതൊക്കെയാലും ഒരുപാട് വിലയൊന്നും ഇല്ലതാണ്. നമുക്ക് ന്യൂ ഇയറിനോട് പോകാൻ എന്തായാലും ഒരു ഫ്രഷ് ഫ്ലവർ അറേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മേടിക്കുകയുണ്ട്. അപ്പം നമുക്കിനി ഇത് നല്ലൊരു ഫ്ലവർ വാസിനകത്തോട്ട് നമുക്ക് ആക്കാം. അപ്പം ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ കാണുന്നല്ലേ, ഫ്രഷ് ഫ്ലവേഴ്സ്. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ വൈകിട്ടോടുകൂടി ശരിക്കും പറഞ്ഞാൽ മേടിച്ചു, പക്ഷേ അറേഞ്ച് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കാൻ ന്യൂ ഇയർ സെയിം ടൈമിൽ നമുക്ക് ഇത് എടുത്ത് നിങ്ങളുമായിട്ട് ഒന്നിച്ച് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പം നിങ്ങളോടുകൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വാസിനകത്തോട്ടാണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വാട്ടർ പിടിച്ചിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സ് നമുക്ക് കറക്റ്റ് ലെന്തിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് കുറേ നാളായി ഇപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തത് ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിരിക്കുമായിരുന്നു. ഞാനതൊക്കെ മാറ്റിയിട്ട് നമുക്ക് വെക്കാൻ ആവശ്യമായ ഫ്ലവേഴ്സ് നമ്മൾ അതിൻ്റെ ലെന്തിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിലോട്ട് വെക്കുക കേട്ടോ. അപ്പം കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ, നമുക്ക് ഒത്തിരി നീളം വേണ്ടല്ലോ. ഇതിനകത്തോട്ട് എന്നുണ്ടോ എന്ത് ഭംഗിയുള്ള ഫ്ലവറാന്ന് നോക്കിയേ, നല്ല ഭംഗിയില്ല. അപ്പോൾ ന്യൂ ഇയർ ഏറ്റവും കളർഫുൾ തന്നെ ആയിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും അല്ലേ. അതുകൊണ്ട് നമ്മളിത് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ ഞാൻ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇറക്കി വെക്കുക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മുടെ കോണിനകത്ത് നല്ല ഗോൾഡൻ കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ല ഒരു സ്റ്റിക്കിൽ അവരത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കാൻ, നമുക്ക് ക്രിസ്മസ് സീസണിൽ യൂസ് ചെയ്യാൻ വളരെ നല്ല ഒന്നാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, കട്ട് ചെയ്യാതെ തന്നെ വെക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും വാസിലോട്ട് മാറ്റാം. പിന്നെ അടുത്തത് ഈ വൈറ്റ് ഫ്ലവർ നോക്കി, ഇതിനെ ഞാൻ കുറച്ച് ലെന്ത് കട്ട് ചെയ്ത് നമ്മുടെ ഈ ഫ്ലവർ വാസിൻ്റെ ഇതിനകത്തോട്ട് ആക്കുക കേട്ടോ. പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പം ഇങ്ങനെ വാസിനകത്തല്ലാതെ തന്നെ നമുക്ക് സ്പോഞ്ച് മേടിക്കാൻ കിട്ടും. സ്പോഞ്ച് മേടിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല ഇതുണ്ട് കേട്ടോ. അപ്പം ഇത് അടുത്ത ഈ ഫ്ലവർ നോക്കി, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഈ ഫ്ലവർ ഇത് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് അറേഞ്ച് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ കാണിക്കാം, നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ വീഡിയോ പല സമയത്തും ഞാൻ പല രീതിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്, നിങ്ങളെ കാണിക്കാറുമുണ്ട്, നിങ്ങളെ കൂടെ കൂട്ടിയൊക്കെ ചെയ്തിട്ട്. പക്ഷേ കണ്ടല്ലോ ചെറിയ സ്മോൾ ഫ്ലവർ പൂവായിട്ടുള്ള ഒരിത്. അപ്പോൾ അതും കുറച്ച് നമുക്കങ്ങ് വെച്ചേക്കാം. ഇത് കുറച്ച് വാടി തുടങ്ങി കേട്ടോ, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേനും അത് 1-2 ദിവസം നമുക്ക് കിട്ടും. അപ്പോൾ ന്യൂ ഇയർ അടിപൊളിയാക്കാൻ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ഫ്ലവർ വാസ് അറേഞ്ച് ചെയ്യാം. നമുക്ക് പലയിടത്തുമായിട്ട് വെക്കാം. നമുക്കിപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കാം, നമ്മുടെ വിൻഡോ സൈഡിൽ വെക്കാം. അതുപോലെ നമുക്കിഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിപ്പോൾ വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ ഈ വീഡിയോ. ഈ ന്യൂ ഇയർ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം പ്രാർത്ഥനയും എല്ലാവരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് പുതുവർഷത്തിൽ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.